ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ തന്നെയാണ്. ഇന്ന് നമ്മളൊന്ന് പുറത്തു പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടാണെന്നറിയാം അങ്ങനെ വെച്ച് പിടിച്ച് ഞങ്ങൾ പോണത്. നല്ല ചൂട് സമയമായിരുന്നു കേട്ടോ. ഡൽഹിയിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി സായിക്കയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ കുറേ ദിവസമായിട്ട് കഞ്ഞിയും പയറും തന്നെയായിരുന്നു വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നത്. ചോറ് എന്താ പറയുക, ചോറ് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നല്ല ചൂടാണെന്ന്. അപ്പോഴേ നമ്മൾ സായിക്കയിലേക്ക് പോകുന്ന വഴിയിൽ കുറേ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ ഈ സായിക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് അപ്പോൾ മോള് പറയാണ്, അമ്മ എനിക്കതൊന്ന് വാങ്ങി തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വാങ്ങി തരൂല. അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഡ്രസ്സ് തന്നെ ചീത്തയാവുന്നവരെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്തിനും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോവാട്ടോ അവളുടെ ഒരു പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിത്തരില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിന് എന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ സായിക്കയിലെത്തിയിട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടത് മോമോസായിരുന്നു. മോമോസ് കഴിച്ചിട്ട് നാട്ടിൽ പോയ സമയത്തൊന്നും മോമോസൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം നാട്ടിലെ മോമോസും ഇവിടത്തെ മോമോസും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പോൾ ടേസ്റ്റിനും നല്ല വ്യത്യാസമാണ്. അങ്ങനെ അവൾ മോമോസ് വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അച്ഛനും ഞാനും തൈര് വട സാമ്പാർ കഴിച്ചു, മസാല ദോശ അതൊക്കെ ആയിട്ടോ കഴിച്ചത്. അപ്പോൾ അതെല്ലാവരും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ അതൊക്കെ വാങ്ങിച്ച് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കിയിട്ടോ. അവൾക്ക് മോമോസ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളത് മസാല ദോശയും വടയും സാമ്പാറും ഒക്കെ എല്ലാം കഴിച്ചു. അങ്ങനെ നമ്മളിതാ നല്ല ചൂടത്ത് ഒരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ട് നമ്മൾ 3 പേരും ഓരോരോ ഐസ്ക്രീം വാങ്ങിച്ചു കിട്ടും. അപ്പോൾ എന്തൊക്കെയോ പേരുള്ള ഐസ്ക്രീമുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടത് അവൾ പറഞ്ഞു. എനിക്കൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാംഗോ അല്ലെങ്കിൽ വാനില. അപ്പോൾ എനിക്കുള്ളത് മാംഗോയും പറഞ്ഞ് അവളെന്തോ ഒരു പേരുള്ള ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ നമ്മളത് കാരണം അമ്മ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് 1-2 സാധനം കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂലുണ്ടായില്ല. ചൂല് ഇവിടെ നാട്ടിൽ പോയ സമയത്ത് ബാൽക്കണിയിൽ വെച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ അത് പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് എന്താ അറിയില്ല അതൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വരുന്ന വഴിക്കൊരു ചൂല് വാങ്ങിച്ചിട്ട് ഞങ്ങൾ താഴെ എത്തിയ സമയത്ത് നമ്മളവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ താഴേന്ന് തന്നെ ചൂലിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ തട്ടിയെടുത്തു കേട്ടോ. കാരണം മേലേക്ക് കൊണ്ടുപോകുമ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പൊടിയൊക്കെ പോകണമെങ്കിൽ അറിയാമല്ലോ. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ മുറ്റമൊക്കെ അവിടെ അടിച്ചു തരും. പിന്നെ അവിടെ ഒരു മരത്തിൻ്റെ കുറ്റിയിൽ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് പൊടി ഇങ്ങനെ പോക്കിക്കൊണ്ട് ഇരുന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ പിന്നെ കുറച്ച് ആ പൊടിയൊക്കെ ഒന്ന് പോയോന്നറിയാം. അവിടുത്തെ ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചേരി ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം മുന്നിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്താ അവിടെ അടിച്ചു കയറി ഇരിക്കുകയാണോ, വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴും ഞാനിതാ കണ്ടില്ലേ നന്നായിട്ട് ചൂലിൻ്റെ എല്ലാം ആ പുല്ലിലുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു പൊടി ആ പൊടിയൊക്കെ ഞാൻ തട്ടിക്കൊടയായിരുന്നു അവിടുന്ന്. അങ്ങനെ അതൊക്കെ തട്ടിക്കൊടഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് കയറി. കാരണം പിറ്റേ ദിവസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കുറച്ച് ദിവസം. പിറ്റേന്ന് മുതൽ സ്കൂൾ തുറക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.